വഖഫ് ഭേദഗതി നിയമം ഇപ്പോൾ സമൂഹത്തിൽ കത്തി നിൽക്കുകയാണ്. കോടതികൾ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വാദഗതികൾ. എന്തായിരുന്നാലും ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ അവകാശ തർക്കം നിലനിൽക്കുകയാണ്. മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ആർക്കുവേണ്ടി ഹാജരായി എന്നത് സംബന്ധിച്ചിട്ടാണ് തർക്കം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ഹാജരായത് ജമിയത്തുൽ ഉലമാ ഹിന്ദ് നൽകിയ ഹർജിയിലാണ് എന്ന് നാഷണൽ ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി NK അബ്ദുൽ അസീസ് പറയുന്നു. കപിൽ സിബൽ ഹാജരായത് തങ്ങൾ നൽകിയ ഹർജിയിലാണ് എന്ന് മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നു. എന്നാൽ മുസ്ലിം ലീഗ് കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും കപിൽ സിബലുമായി ഒത്തുചേർന്ന് എട്ടുകാലി മമ്മൂഞ്ഞ് ചമയുകയാണെന്നും അബ്ദുൽ അസീസ് ആരോപിക്കുന്നു. മുസ്ലിം ലീഗ് ചെയ്യേണ്ടുന്ന സമയത്ത് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് സുപ്രീം കോടതിയിലെ ആദ്യ 5 ഹർജികളിൽ ഉൾപ്പെടാതെ പോയത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടയിൽ വിഷയത്തിൽ പ്രതികരണവുമായി ജമിയത്തുൽ ഉലമാ ഹിന്ദും രംഗത്ത് വന്നു. കപിൽ സിബൽ ഹാജരായത് തങ്ങളുടെ ഹർജിയിലാണ് എന്ന് ജമിയത്തുൽ ഹിന്ദിനു വേണ്ടി അഡ്വക്കേറ്റ് AE അലിയാർ അറിയിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ജമിയത്തുൽ ഹിന്ദ് ഫയൽ ചെയ്ത കേസിൽ പ്രസിഡന്റ് മൗലാന അർഷദ് മദനിയാണ് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബലിനെ ചുമതലപ്പെടുത്തിയത്. ജമിയത്തുൽ ഹിന്ദിനു വേണ്ടി ഏപ്രിൽ 7-ാം തീയതി കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ഹാജരാകുകയും വാദം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ള ദിവസങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ ഒരു ന്യൂനപക്ഷ പാർട്ടി കേസ് ഫയൽ ചെയ്തത്. കഴിഞ്ഞ ഒരാഴ്ച കാലമായി കപിൽ സിബൽ നിർദ്ദേശിച്ചത് പ്രകാരം കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തിരുന്നത് ജമിയത്തുൽ ഹിന്ദാണ്. കോടതിയിലും അദ്ദേഹത്തിന്റെ കൂടെ ജമിയത്തുൽ ഹിന്ദിന്റെ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു കക്ഷിയുടെയും ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. വസ്തുത ഇതാണ് എന്നിരിക്കെ കേരളത്തിലെ ഒരു ന്യൂനപക്ഷ പാർട്ടിയുടെ അഭിഭാഷകനായിട്ടാണ് കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ഹാജരായത് എന്ന നിലയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. കപിൽ സിബൽ ഈ കേസിൽ ഹാജരാകുന്നത് തങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഈ കേസിൽ അദ്ദേഹത്തെ ആദ്യമായി നേരിട്ടുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ധാരണയിലെത്തിയതും തങ്ങളാണ് എന്നും അവർ അവകാശപ്പെടുന്നു. ഏപ്രിൽ 7-ാം തീയതി ജമിയത്തുൽ ഹിന്ദിനു വേണ്ടി മാത്രമാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ വാദം നടത്തിയത്. അതിനാൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള ഈ കേസ് സംബന്ധിച്ച കാര്യങ്ങളിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ജമിയത്തുൽ ഹിന്ദിനു വേണ്ടി അഡ്വക്കേറ്റ് AE അലിയാർ പ്രസ്താവനയിൽ പറഞ്ഞു. ഇപ്പോൾ കപിൽ സിബലിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിയാണ് ഇവർ. ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ കപിൽ സിബലിന്റെ കാറ്റുപോയ ബലൂണായി സുപ്രീം കോടതിയിൽ പാറിക്കളിക്കുകയായിരുന്നു എന്നുമാണ് നമ്മുടെ സ്റ്റാലിൻ പറയുന്നത്. നോക്കാം. നമസ്കാരം. നമ്മുടെ ജനാധിപത്യത്തിന്റെ 4ാമത്തെ തൂണായിട്ടാണ് ഈ മാധ്യമങ്ങൾ അറിയപ്പെടുന്നത്. എന്നാൽ ഇക്കാലങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് യഥാർത്ഥ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിലാണ് ഇന്നത്തെ മാധ്യമങ്ങൾ മത്സരിക്കുന്നത്. ഞാനിത് പറയാനുള്ള കാരണം കഴിഞ്ഞ 16-ാം തീയതിയും 17-ാം തീയതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുതിയ വഖഫ് ഭേദഗതി നിയമം പരിശോധിക്കുകയുണ്ടായി. അതിന്റെ അഡ്മിഷൻ സ്റ്റേജ് ആയിരുന്നു. അതിനാൽ തന്നെ പ്രിലിമിനറി ആയിട്ടുള്ള വാദങ്ങളാണ് ഉണ്ടായത്. ആദ്യമേ കോടതി പറഞ്ഞു ഇത്രയും കേസുകൾ ഞങ്ങൾ കേൾക്കാൻ പോകുന്നില്ല. അതിനാൽ തന്നെ ഈ ഇരു വിഭാഗങ്ങളിലെയും ഏറ്റവും മുതിർന്ന അഭിഭാഷകർ വളരെ റെലവന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ തൽക്കാലം പറയാവൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് വിശദമായി ചർച്ച ചെയ്യാം. അതിനാൽ ഇരുപക്ഷത്തു നിന്നും പ്രധാനപ്പെട്ട അഭിഭാഷകർ വളരെ റെലവന്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രമേ ഉന്നയിക്കാവൂ എന്ന് പറഞ്ഞിരുന്നു. അതിന് പ്രകാരമാണ് സീനിയർ അഭിഭാഷകനായ കപിൽ സിബലാണ് വാദത്തിന് തുടക്കം കുറിച്ചത്. ഏതെങ്കിലും ഒരു കേസ് വാദം കേൾക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ജഡ്ജിമാർ ആ വാദങ്ങളെ എതിർക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. അത് ഏത് പക്ഷത്തെ വക്കീൽ വാദിക്കുന്ന സമയത്തായാലും അപ്രകാരം കോടതി ചെയ്യാറുണ്ട്. ആദ്യ ദിവസത്തെ വാദങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ പല തരത്തിലുള്ള വാർത്തകൾ ആണ് പ്രചരിപ്പിച്ചത്. അതായത് ബില്ലിന്റെ പല്ല് പോയി, കേന്ദ്രത്തിന് മറുപടി ഇല്ലേ, വഖഫ് ഭേദഗതി നിയമം അറബിക്കടലിലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് മിക്കവാറും എല്ലാ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ ഈ വഖഫ് ഭേദഗതി നിയമം നിലനിൽക്കില്ല എന്നുള്ള ഒരു ധാരണ പരത്തുകയായിരുന്നു. ആദ്യമായിട്ട് ഒരു പ്രകടന ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് ഹാജരാകുന്നത് മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ ആയിരിക്കും എന്നും അദ്ദേഹം എന്തൊക്കെയോ അത്ഭുതകരമായ പ്രവർത്തികൾ വാദങ്ങൾ അവിടെ ഉന്നയിക്കും എന്നും ഒക്കെ ആയിരുന്നു പ്രചാരണം നടത്തിയത്. പിന്നീടാണ് മനസ്സിലായത് കപിൽ സിബൽ ഹാജരായത് മുസ്ലിം ലീഗിന് വേണ്ടി ആയിരുന്നില്ല. കൂടാതെ മുസ്ലിം ലീഗിന്റെ കേസ് ഭാവിയിൽ ഈ സുപ്രീം കോടതി പരിഗണിക്കാനും മുസ്ലിം ലീഗിന് തന്നെ അറിയില്ല തങ്ങളുടെ കേസ് വാദിക്കാനാണോ അല്ലേ കപിൽ സിബൽ എത്തിയത്. ജമിയത്തുൽ ഹിന്ദ് പറയുന്നു ഞങ്ങൾക്ക് വേണ്ടിയാണ് എത്തിയതെന്ന്. എന്തായാലും 2 ടീമിന്റെയും ഭാഗത്ത് നിന്ന് കപിൽ സിബൽ രക്ഷപ്പെടും, പണം കിട്ടുമല്ലോ. കാരണം അവര് അവസാനം തീരുമാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 73ഓളം കേസുകളിൽ 5 മാത്രമേ
സുപ്രീം കോടതി പരിഗണിക്കുകയുള്ളൂ എന്നാണ്. അതിൽ ഈ മുസ്ലിം ലീഗിന്റെ കേസ് പെടുന്നത് പോലും ഇല്ല. കപിൽ സിബൽ ഹാജരായത് മറ്റൊരു മുസ്ലിം സംഘടനയ്ക്ക് വേണ്ടി ആയിരുന്നു എന്നും ഞാൻ ഇവിടെ പ്രത്യേകം ഓർക്കണം. അദ്ദേഹത്തിന്റെ ആ സമയത്തും സുപ്രീം കോടതി പലവിധ ചോദ്യങ്ങളും ഉന്നയിച്ചു. ചീഫ് ജസ്റ്റിസ് ഉന്നയിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വഖഫ് നിയമം എന്ന് പറയുന്നത് അത്ര നല്ല നിയമം ഒന്നും തന്നെ ഇല്ല. കാരണം ഞാൻ ഡൽഹി ഹൈക്കോടതിയിൽ ജഡ്ജിയായിരിക്കുന്ന സമയത്ത് വഖഫ് ബോർഡ് ഡൽഹി ഹൈക്കോടതിയും ഏറ്റെടുത്ത ചരിത്രം എനിക്ക് അറിയാവുന്നതാണ്. എന്നാൽ അതിനെക്കുറിച്ച് ആരെങ്കിലും വാർത്ത കൊടുക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങളിൽ കണ്ടോ? ഇല്ല. അതിന് പകരം അവർ പറഞ്ഞു പറ്റിയത് സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ തുഷാർ മേത്തയ്ക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നാം ആലോചിക്കേണ്ട കാര്യം, ഒരു കേസിന്റെ അഡ്മിഷൻ സമയത്ത് തീർച്ചയായിട്ടും ഈ എതിർപക്ഷത്തുള്ള ആൾക്കാർക്ക് ഈ പെറ്റീഷൻ വായിച്ച് മനസ്സിലാക്കി അതിന് വ്യക്തമായ മറുപടി നൽകാൻ സമയം ആവശ്യപ്പെടാവുന്നതും കോടതി 100% ഈ സമയം അനുവദിക്കും എന്നുള്ളതും ആണ്. ഇപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സുപ്രീം കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഞാൻ ഈ സുപ്രീം കോടതിയിൽ നടന്ന കംപ്ലീറ്റ് പ്രൊസീഡിംഗ്സ് കണ്ട ഒരു വ്യക്തിയാണ്. ആ വാദങ്ങൾക്ക് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ പ്രചാരം നടത്തുകയുണ്ടായി. കപിൽ സിബൽ വന്നിട്ട് എന്തോ അത്ഭുതകരമായ വാദങ്ങൾ നടത്തി കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ചു, അതിനാൽ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വന്നത്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് കപിൽ സിബൽ വാദിച്ചത്, അതിന് ഈ കേസുമായിട്ടുള്ള പ്രാധാന്യം എന്തൊക്കെയാണ്, ഈ വിഷയങ്ങൾ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം അല്ലാത്ത പക്ഷം നമ്മൾ ഇത്തരം തെറ്റായ വാർത്തകൾ വിശ്വസിക്കാനും നാം പറ്റിക്കപ്പെടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായി എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ പുതിയ ലക്കം കേരള ശബ്ദത്തിൽ എന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ വിശ്വസിക്കൂ, മുനമ്പം വിഷയം പരിഹരിക്കപ്പെട്ടു എന്നാണ് അതിന്റെ ഹെഡിങ്. നിങ്ങൾ അത് വായിക്കാത്ത പക്ഷം തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് വായിക്കണം എന്ന് ഞാൻ ഇവിടെ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം തന്റെ വാദം ആരംഭിച്ചത് തന്നെ ഈ പുതിയ വഖഫ് ഭേദഗതി നിയമം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 ലംഘനമാണ് എന്നാണ്. ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളിലൂടെയും എന്താണ് ആർട്ടിക്കിൾ 26 എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് റിലീജിയസ് ഡിനോമിനേഷന് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിനെ പൊതുവായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ ആർട്ടിക്കിൾ 26 അടിയിൽ വരുന്നതേ ഇല്ല. ഇത്രയും സീനിയറായ, ഇത്രയും പ്രഗത്ഭനായ സീനിയർ അഡ്വക്കേറ്റ് കപിൽ സിബലിന് അത് അറിയാത്തതുകൊണ്ടല്ല, പക്ഷേ അങ്ങനെ ഒരു വാദം ഉന്നയിക്കേണ്ട ഗതികേടിലായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് സത്യം. കാരണം സുപ്രീം കോടതി തന്നെ വളരെ നേരത്തെ തന്നെ ഈ ആർട്ടിക്കിൾ 26 പ്രയോജനം വഖഫ് ബോർഡുകൾക്ക് ലഭിക്കുന്നതല്ല എന്നും വഖഫ് ബോർഡ് ഒരു മതപരമായ സ്ഥാപനം അല്ല എന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ വഖഫ് എന്ന് പറയുന്ന വിഷയം നമ്മുടെ ഭരണഘടനയിൽ 3 തരം വിഷയങ്ങളുണ്ട്. അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ 3 ലിസ്റ്റുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വഖഫ് എന്നുള്ള ഒരു വാക്കേ കേൾക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ചാരിറ്റബിൾ എന്നുള്ള വാക്ക് കേൾക്കാൻ സാധിക്കും. അതായത് ഈ വിഷയം, വഖഫ് എന്ന വിഷയം ഒരു ചാരിറ്റബിൾ വിഷയത്തിന്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് കൺകറന്റ് ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഈ ലിസ്റ്റ് 2-നടിയിൽ 28 ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടൊക്കെ പ്രതിപാദിക്കുന്നത്. അതിനാൽ തന്നെ വഖഫ് ബോർഡിന് മതവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല. നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് ആക്ടിന്റെ സെക്ഷൻ 38(3) പറയുന്നു, അതിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ വഖഫുകളുടെ മതപരമായ യാതൊരു കാര്യങ്ങളിലും ഇടപെട്ടു പോകാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം. അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം വഖഫ് ബോർഡിന് മതവുമായി ബന്ധമില്ല. കൂടാതെ അതേ ആക്ടിന്റെ സെക്ഷൻ 97 വളരെ എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വഖഫുകളുടെ മതപരമായതോ ആചാരപരമായതോ ഈ വഖഫ് ഉണ്ടാക്കിയ ആൾ നിർദ്ദേശിച്ച വിഷയങ്ങളിൽ യാതൊരു വിധത്തിലുള്ള കൈകടത്തലും നടത്താൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നതിനോ വഖഫ് ആക്ട് എന്ന് പറയുന്ന സംവിധാനത്തിനോ ഒരു മതവുമായിട്ട്, മുസ്ലിം മതവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും നിയമപരമായി ഇല്ലാത്തതാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സത്യം. ഇപ്പോ വഖഫ് നിയമത്തിന് വേണ്ടിയിട്ടാണോ ഇവര് സുപ്രീം കോടതിയിൽ കടിപിടി കൂടുന്നത്? അതോ വഖഫ് സ്വത്തുക്കൾക്ക് വേണ്ടിയാണോ കടിപിടി കൂടുന്നത്? അതോ കപിൽ സിബലിന് വേണ്ടിയാണോ അടിപിടി കൂടുന്നത്? അതോ മാനം മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊള്ളക്കാരാണ് എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞുപോയി, അതുകൊണ്ട് ലേലുവല്ലി പറഞ്ഞ തൽക്കാലം തടി ഊരാനാണോ ശ്രമിക്കുന്നത്? നന്ദി.